Students, welcome to Business Studies class. നമ്മൾ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പബ്ലിക് സെക്ടറിലെ ഒരു ഓർഗനൈസേഷൻ, അതായത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് നമ്മൾ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. ഇത് എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ പബ്ലിക് എന്റർപ്രൈസ്. They are brought into existence by a special act of the Parliament. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി നിലവിൽ വരുന്ന പബ്ലിക് ഓർഗനൈസേഷൻസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരം രൂപം കൊള്ളുന്ന ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, LIC ഫോം ചെയ്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയാണ് LICയെ ഫോം ചെയ്തത്, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. Statutory corporations are public enterprises brought into existence by a special act of the Parliament. The Act defines the powers and functions, rules and regulations governing its employees and its relation with the government departments. ഈ നിയമമാണ് ഈ ഒരു കോർപ്പറേഷന്റെ അധികാരവും അവരുടെ ഫങ്ഷൻസ്, അതുപോലെ എംപ്ലോയീസുമായി ബന്ധപ്പെടുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ ഗവൺമെന്റിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള റിലേഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ആക്ട് ആണ്. ആ ഒരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ ആക്ട് ആണ് ഈ ഓർഗനൈസേഷന്റെ മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ ഓർഗനൈസേഷൻ ഷുഡ് ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ആ ആക്ടിൽ പറയുന്ന അതിലെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഈ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ദെൻ statutory corporation is a body corporate. It's a corporate body created by legislature. സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് ബോഡി ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. They are financially independent. ഓട്ടോണമസ് പവർ ഉണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. And they have clear control over a specified area of commercial activity. Financially independent ആണ്, ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് ആണ്, സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് പോലെ ഒരു മിനിസ്ട്രിയുടെയോ കീഴിലല്ല ഇത്തരം സ്ഥാപനങ്ങൾ. Okay, they are financially independent. They can raise their own capital, they can raise loans. Okay, so they are financially and they can utilize the funds raised, and all the decisions are taken by the statutory corporation themselves. Then statutory corporations have the power of government and considerable amount of operating flexibility of private enterprise. ഇപ്പോൾ ഒരു സ്വകാര്യ മേഖലയിലെ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് ഫ്ലെക്സിബിലിറ്റി അതുപോലെ ഒരു ഗവൺമെന്റിന്റെ പൂർണ്ണ ഓണർഷിപ്പിലായതുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു പവറും ഉള്ള, ഇത് രണ്ടും കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പവറുമുണ്ട്, സ്വകാര്യ മേഖലയിലെ ഒരു വൻകിട കമ്പനിയുടെ ഒരു ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിയുമുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഹാവ് ദ പവർ ഓഫ് ഗവൺമെന്റ് ആൻഡ് considerable amount of operating flexibility of private enterprise. Next, we are going to study the features of statutory corporations. ഒന്നാമത്തെ ഫീച്ചർ, statutory corporations are set up under an act of parliament and are governed by the provisions of the act. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അതുപോലെ ഈ സ്ഥാപനം ഈ ആക്ട് അനുസരിച്ചാണ് ഗവേൺ ചെയ്യുന്നത്. ദേ ആർ ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്
പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ദെൻ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് ഹോൾലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. ഇത് പൂർണ്ണമായും സ്റ്റേറ്റിന്റെ, രാജ്യത്തിന്റെ, ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. പൂർണ്ണമായും ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. Then third feature, statutory corporation is a body corporate. ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. They have independent existence. They can sue and be sued. അവർക്ക് കേസ് കൊടുക്കാം. അതുപോലെ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെതിരെയും കേസ് കൊടുക്കാം. They can enter into contract in its own name. അതിന്റെ സ്വന്തം പേരിൽ തന്നെ അവർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാം. അതുപോലെ അവർക്ക് they can acquire property in its own name. അതിന്റെ പ്രോപ്പർട്ടീസ് അതിന് അക്വയർ ചെയ്യാം. Okay, properties of the statutory corporation are the property of the corporation only. അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ല, ആ കോർപ്പറേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, they can register property in their own name. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ പേരിൽ തന്നെ അവർക്ക് അസെറ്റ്സ് വാങ്ങാനും ലോൺ എടുക്കാനും, ഓക്കെ, അതുപോലെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാനും, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനെതിരെ മറ്റുള്ളവർക്ക് കേസ് കൊടുക്കാനും ഒക്കെ കഴിയുന്നത് ഇതിനൊരു ബോഡി കോർപ്പറേറ്റ് ആയതുകൊണ്ടാണ്, അതുപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ്. Then fourth feature, this type of enterprise is usually independently financed. ഗവൺമെന്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കൂടാതെ ഇൻഡിപെൻഡന്റ്ലി ഫിനാൻസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി corporations. They can raise funds and they can utilize funds by themselves. Then fifth feature of statutory corporation is that a statutory corporation is not subject to the same accounting and audit procedures applicable to government departments. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ അല്ല, അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ അല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഫോളോ ചെയ്യുന്നത്. സ്ട്രിക്ട്ലി ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ 5 പ്രത്യേകതകളാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ഉള്ളത്. ഒന്നാമത്തേത്, ദേ ആർ ഫോംഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. അതിനുവേണ്ടി തന്നെ പാസ്സാക്കിയ ഒരു പാർലമെന്റ് നിയമം അനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 2, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് ഓൺലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. പൂർണ്ണമായും സ്റ്റേറ്റിന്റെ ഓണർഷിപ്പിലുള്ള സ്ഥാപനമാണ്. 3, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ ബോഡി കോർപ്പറേറ്റ്. ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡന്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. 4, this type of enterprise is usually independently financed. സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയംഭരണമുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. 5, a statutory corporation is not subject to same accounting and audit procedures applicable to government departments. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ബാധകമല്ല. ഈ 5 പ്രത്യേകതകളാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഇത്രയും പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണ് എന്നൊരു ഐഡിയ കിട്ടി, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇനി അതിന്റെ മെറിറ്റ്സ് നിങ്ങൾക്ക് വളരെ എളുപ്പം പറയാൻ കഴിയും. എന്തൊക്കെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ മെറിറ്റ്സ്? അവസാനം ഒരു ഫീച്ചറും കൂടി ഉണ്ട്. എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെന്റ് എംപ്ലോയീസ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലെ എംപ്ലോയീസ് ഗവൺമെന്റ് എംപ്ലോയീസ് അല്ല. ഓക്കെ, ഇപ്പോ അതിന്റെ മെറിറ്റ്സ്, ലെറ്റ്സ് ഡിസ്കസ് ദ മെറിറ്റ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഒന്നാമത്, ദേ എൻജോയ് independence in their functioning and high degree of operational flexibility. They are free from undesirable government control and regulations. ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി വളരെയധികം കൂടുതലുള്ള, ഗവൺമെന്റ് ഓണർഷിപ്പിലാണെങ്കിലും ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനം ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞത്, it has the power of government and operational flexibility of a private enterprise. ഗവൺമെന്റിന്റെ പവറുമുണ്ട്, സ്വകാര്യ മേഖലയുടെ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിയും ഉള്ള, ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. So there will not be an undesirable government intervention. ഓക്കെ, ഗവൺമെന്റ് അതിന്റെ എല്ലാ കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് ഇടപെടില്ല. ഓക്കെ, ഇപ്പോ
ദേ ആർ ഫ്രീ ഫ്രം അൺഡിസൈറബിൾ ഗവൺമെന്റ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ്. ഇതാണ് ഒന്നാമത്തെ മെറിറ്റ്. സെക്കൻഡ്, ഗവൺമെന്റ് ഡസ് നോട്ട് ഇന്റർഫിയർ ഇൻ ദെയർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഓക്കെ, ആ ഒരു ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ആ കാര്യത്തിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഓക്കെ, ഇൻഫാക്ട് ദേ വിൽ റിപ്പോർട്ട് ആനുവലി. ദ ആനുവൽ റിപ്പോർട്ട് വിൽ ബി സബ്മിറ്റഡ് ടു ദി പാർലമെന്റ്. പാർലമെന്റിന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ദേ ആർ അക്കൗണ്ടബിൾ ടു ദി ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു അഡ്വൈസ് പോലും ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഓക്കെ, മാനേജ്മെന്റ് ക്യാൻ ഡിസൈഡ് ടേക്ക് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. സാമ്പത്തിക കാര്യങ്ങളിൽ മാനേജ്മെന്റിന് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം. Then third merit, they are autonomous organizations. ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. They frame their own policies and procedures. സ്വയംഭരണ സ്ഥാപനമാണ്. അവരുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് അവർ തന്നെയാണ്. അവരുടെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ സ്ഥാപനത്തിലെ മാനേജ്മെന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. Then fourth, the statutory corporation is a valuable instrument for economic development. സാമ്പത്തിക പുരോഗതിക്ക് വളരെ മൂല്യവത്തായ സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഗവൺമെന്റ് സ്വകാര്യ മേഖലയ്ക്ക് എല്ലാം തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ആരംഭ കുറേ വർഷങ്ങളിൽ സ്വകാര്യ മേഖല ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഈ സാമ്പത്തിക പുരോഗതിക്ക് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഉദാഹരണത്തിന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ജനറൽ ഇൻഷുറൻസ് മേഖലയിലുള്ള കമ്പനികൾ ഒക്കെ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവരുള്ളത് കൊണ്ട് ബിസിനസ്സിന് റിസ്ക് മാനേജ് ചെയ്യാൻ വളരെയധികം പോസിബിൾ ആയിരുന്നു. ഓക്കെ, നൗ ദർ ആർ മെനി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ. ധാരാളം പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഇന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ വാല്യുബിൾ ഇൻസ്ട്രുമെന്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തിക പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി corporations. So these are the merits of statutory corporations. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്, they does not enjoy as much operational freedom as stated above. നമ്മൾ മെറിറ്റ്സ് പറഞ്ഞു ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ബട്ട് ഈ ലിമിറ്റേഷനിൽ പറയുന്നത് ദേ ഡസ് നോട്ട് എൻജോയ് ആസ് മച്ച് ഓപ്പറേഷണൽ ഫ്രീഡം ആസ് സ്റ്റേറ്റഡ് അബോവ്. നമ്മൾ ആ പറയുന്നത് പോലെ അത്ര കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ല, ഫ്രീഡം ഒന്നുമില്ല. ഓൾ ആക്ഷൻസ് ആർ സബ്ജക്ട് ടു മെനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ആ ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തേത്, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് അഫക്ട് മേജർ ഡിസിഷൻസ് ഇൻവോൾവിംഗ് ഹ്യൂജ് ഫണ്ട്സ്. പ്രത്യേകിച്ച് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന തീരുമാനങ്ങളിൽ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വളരെ കൂടുതലായിരിക്കും. ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ കൂടുതൽ പിടിപാട് ആർക്കാണോ അത്തരം സംസ്ഥാനങ്ങളിലേക്കോ ഏരിയസിലേക്കോ ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഡൈവേർട്ട് ചെയ്യപ്പെടുക. അപ്പൊ അതില് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്തേത്, where there is dealing with public, rampant corruption exists. പബ്ലിക്കുമായി ഡീൽ ചെയ്യുമ്പോൾ കറപ്ഷൻ ഉള്ള സാധ്യത, അഴിമതി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് തേർഡ് ലിമിറ്റേഷൻ. ആൻഡ് ഫോർത്ത്, ഗവൺമെന്റ് അപ്പോയിന്റ്സ് അഡ്വൈസേഴ്സ് ടു ദി കോർപ്പറേഷൻ ബോർഡ്. കാരണം ഇത് പൂർണ്ണമായും ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള
ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെന്റ് അഡ്വൈസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. So this will curb the freedom of the corporation in entering into contracts and other decisions. തീരുമാനമെടുക്കാനും കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഒക്കെയുള്ള ആ കോർപ്പറേഷന്റെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു കൈകടത്തലാണ് ഇത്തരത്തിലുള്ള അഡ്വൈസേഴ്സിന്റെ സാന്നിധ്യം എന്നതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് ഒരിക്കൽ കൂടി നോട്ട് ഇങ്ങോട്ട് അയച്ചു തരാം. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കുക, ക്ലാസ് കേട്ട് ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കി വെക്കുക. Okay, thank you, student.